നിന്നുള്ള തീവ്രമായ വികിരണം വിമാനങ്ങളുടെ സുപ്രധാന ഡേറ്റയെ തകരാറിലാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിമാനങ്ങളിൽ അടിയന്തരമായ മാറ്റങ്ങൾ വരുത്താൻ എയർബസ് ആവശ്യപ്പെട്ടതോടെ വിമാനയാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പറയുന്നു. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി അടിയന്തര എയർബസിന് ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചു. നവംബർ 29 മുതൽ വിമാനങ്ങൾ യാത്രക്കാരെ കയറ്റണമെങ്കിൽ ELAC കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുകയോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്ത് തകരാർ പരിഹരിച്ചിരിക്കണം. കഴിഞ്ഞ ഒക്ടോബർ 30-ന് US-ൽ നടന്ന ഒരു സംഭവമാണ് ഈ കണ്ടെത്തലിന് കാരണമായത്. അന്ന് ഒരു ജെറ്റ് ബ്ലൂ എയർവേസ് A320 വിമാനം പറക്കുന്നതിനിടെ പെട്ടെന്ന് ഉയരം കുറഞ്ഞതിനെ തുടർന്ന് ഫ്ലോറിഡയിലെ പാം ബീച്ച് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. ഈ സംഭവത്തിൽ 15 പേർക്ക് പരിക്കേറ്റിരുന്നു. യൂറോപ്യൻ വ്യോമസേന ഭീമന്റെ ആഗോള വിമാനങ്ങളുടെ പകുതിയോളം വരുന്ന 6000 വിമാനങ്ങളെയാണ് ഈ ഗുരുതരമായ പ്രശ്നം ബാധിച്ചിരിക്കുന്നതിന് കാരണം സോളാർ റേഡിയേഷനാണ്. വിമാനങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിന് നിർണായകമായ ELAC കമ്പ്യൂട്ടറുകളെയാണ് സൂര്യനിൽ നിന്ന് കോസ്മിക് രശ്മികളിൽ നിന്നുമുള്ള തീവ്രമായ റേഡിയേഷൻ ബാധിക്കുന്നത്. വിമാനത്തിന്റെ ഉയരം കൂട്ടാനും കുറയ്ക്കാനും തിരിക്കാനും സഹായിക്കുന്ന എയിലറോണുകൾ, എലിവേറ്ററുകൾ എന്നിവയുടെ നിയന്ത്രണമാണ് ഈ കമ്പ്യൂട്ടറുകൾക്കുള്ളത്. കമ്പ്യൂട്ടറിലെ ഡാറ്റ കേടായാൽ വിമാന നിയന്ത്രണം പാടെ തെറ്റും. എയർബസിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലായ A320 ഉൾപ്പെടെ A318, 19, 21 ഈ ഫാമിലി മോഡലുകളെയാണ് പ്രശ്നം ബാധിച്ചത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഏകദേശം 5100 വിമാനങ്ങളിൽ ലളിതമായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ 900 പഴയ വിമാനങ്ങളിൽ പുതിയ സോഫ്റ്റ്വെയർ മാറ്റേണ്ടി വരും. ഇവയെല്ലാം സർവീസിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കേണ്ടി വരും. ഇതുമൂലം യാത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ വലിയ പ്രവർത്തനപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എയർബസ് ക്ഷമാപണം അറിയിച്ചിട്ടുണ്ട്. UK-യുടെ വ്യോമയാന റെഗുലേറ്ററായ സിവിൽ ഏവിയേഷൻ അതോറിറ്റി CAA മുന്നറിയിപ്പ് നൽകിയത് ഈ നിർദ്ദേശം കാരണം യാത്രാ തടസ്സങ്ങളും റദ്ദാക്കലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. വിസ് എയർ, EasyJet തങ്ങളുടെ വിമാനങ്ങളിൽ അപ്ഡേറ്റുകൾ ആവശ്യമെന്നും തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അറിയിച്ചു. എയർ ഇന്ത്യ എയർബസിന്റെ നിർദ്ദേശം കാരണം വിമാന സർവീസുകൾക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കി. ബ്രിട്ടീഷ് എയർവേസ് ഈ പ്രശ്നം കാര്യമായി ബാധിച്ചില്ലെന്നാണ് റിപ്പോർട്ട് നൽകിയത്. യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് നിലവിലെ സാഹചര്യത്തിൽ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കണം. സാങ്കേതികമായി ലളിതമാണെങ്കിലും വിമാന കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല, യാത്ര മുടങ്ങും. എയർബസ് ഒരു യൂറോപ്യൻ എയ്റോസ്പേസ് കോർപ്പറേഷനാണ്. കമ്പനിയുടെ പ്രാഥമിക ബിസിനസ് വാണിജ്യ വിമാനങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവുമാണെങ്കിലും പ്രതിരോധത്തിനും ബഹിരാകാശത്തിനും ഹെലികോപ്റ്ററുകൾക്കുമായി പ്രത്യേക ഡിവിഷനുകളും ഇത് പ്രവർത്തിപ്പിക്കുന്നു. ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, യൂറോപ്യൻ എയറോനോട്ടിക് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനി EADS യുടെ സഹ ഉടമസ്ഥതയിലാണിത്.